അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ 5 മണിക്ക് എണീറ്റിട്ടുണ്ട്. രാവിലത്തെ ചിയാ സീഡും നാരങ്ങയും ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ വെറും വയറ്റിൽ കുടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ ജോലികളൊക്കെ തുടങ്ങാൻ സമയമായി. നല്ല ചീമച്ച കിട്ടിയിട്ടുണ്ട്. നല്ലോണം ചെത്തി തോനെ തൊലി ചെത്തുണ്ട്. പുറത്ത് ആ തൊലി മാത്രം ജസ്റ്റ് ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അരിവെള്ളത്തിൽ ഇട്ടത് ചോറ് വയ്ക്കാൻ വെള്ളം വെച്ചത് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ പെട്ടെന്ന് പോയി അരിയൊക്കെ കഴുകി കൊണ്ടുവന്നു. ഈ ചീമച്ചക്ക ഒരു നെസ്റ്റും ആണല്ലേ, പണ്ടുള്ളവർക്ക് പിന്നെ പറയണ്ടല്ലോ. ഇപ്പം ഇത് 3 എണ്ണം 150 രൂപയും കണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഫ്രീ ആയിട്ട് കിടന്നപ്പോൾ ആർക്കും വേണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അരിയൊക്കെ തിളച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ട് അതൊരു സൈഡിൽ ഒതുക്കി. ഇനി ഇതൊന്ന് നോക്കിയിട്ട് വേണം എനിക്ക് ജിമ്മിൽ പോകാനായിട്ട്. ജിമ്മിൽ പോകുമ്പം 6 മണിയാവും. അപ്പം അമ്മ അപ്പുറത്ത് നിന്ന് ജോലി ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് അമ്മ കറിയുള്ള ഭാഗത്തും ഞാൻ ചോറിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോഴത്തേക്കും പിന്നെ നല്ലോണം ചോറ് തിളച്ചായിരുന്നു. അങ്ങനെ അത് റൈസ് കുക്കറിലേക്ക് ഇട്ട് മാറ്റി. അപ്പോഴത്തേക്കും അമ്മയുടെ ചീമച്ചക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് പിന്നെ ഞാനും അപ്പമൊക്കെ ചുട്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും തിന്നുകൊണ്ട് നേരെ ഇനി ജിമ്മിലിട്ടു. അപ്പോൾ നാളെ കാണാം.